റെക്കോർഡിംഗ് ആണ്. ഓക്കെ. അപ്പൊ ഞാൻ അതനുസരിച്ച് ചോദിച്ചതാണ്. 2 or 3 ചിലപ്പോ അടുത്ത ആഴ്ചയോ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ചിലർക്ക് കൂടുതൽ അവേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് അതനുസരിച്ചിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾ കഴിയുമ്പോഴേ നമുക്ക് എക്സാം ഉണ്ടാകുന്നൊക്കെ അറിയാലോ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറഞ്ഞോളൂ കേട്ടോ. എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഈ എക്സാംസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ക്ലാസ്സുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാസ് എന്തെങ്കിലും ഇല്ലാന്നോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലോ ഇതൊക്കെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് ഗൂഗിൾ ക്ലാസ് റൂമിലാണ് എടുത്ത് തരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ ഫ്രൈഡേ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അതുകൂടെ നമ്മളൊരു ബാച്ചിന്റെ കോൺവെക്കേഷൻ സെറമണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് പിറ്റേ ദിവസം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചില അറേഞ്ച്മെന്റുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ക്ലാസ് ഇല്ലാന്ന് വെച്ചാൽ. അപ്പൊ നമ്മളത് ഇൻഫോർമേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടാകും. ഇട്ടില്ലേ? ഇതോ എന്നിട്ടും ചില സ്ഥലങ്ങളിൽ നമുക്ക് കണ്ടിട്ടില്ല. അപ്പൊ സമയം കഴിഞ്ഞപ്പോ ക്ലാസ് ഇല്ലേ എന്നുള്ള ക്ലാസ് ഓണാക്കാത്ത ഇതൊക്കെ ഇങ്ങനെ സംശയങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. റെഗുലർ ക്ലാസ്സുകൾ നമുക്ക് ലൈവിൽ കയറാൻ പറ്റിയില്ലായെങ്കിലും ആ ഗൂഗിൾ ക്ലാസ് റൂമിൽ നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ, ക്ലാസ്സിന്റെ ആകാം, മോക്ക് ടെസ്റ്റിന്റെ ആകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ആകാം, അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് ഇരിക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം അതൊന്ന് ചെക്ക് ചെയ്തേക്കുക. അതിനകത്ത് അവിടെ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ വന്നിട്ടുണ്ടോ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് കൂടി ചിലപ്പോൾ ഇതിനകത്ത് കുറച്ച് പേരൊന്നും അല്ലല്ലോ നമുക്കറിയാം. അപ്പൊ ഓരോരുത്തരെ വിളിച്ച് ഇൻഫോർം ചെയ്യുക എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അതുകൂടി ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ ഞാൻ അതൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് പറഞ്ഞു പോയില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും എടുത്തു എന്ന്, കാരണം നിങ്ങൾക്ക് മൊഡ്യൂളിന്റെ സിലബസ് നിങ്ങളുടെ കയ്യിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ മൊഡ്യൂൾ അതായത് മൊഡ്യൂളുകള് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടീച്ചർ അതുകൊണ്ട് ചോദിച്ചത്. അപ്പൊ ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തോ, ആ മൊഡ്യൂളിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ, സെക്കൻഡ് മൊഡ്യൂളുകളിൽ ഇനി എത്ര ബാക്കിയുണ്ട്, അത് രണ്ടും തീർന്നു കഴിയുമ്പോൾ ഒരു ബ്രേക്ക് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സാം വരാം. അപ്പൊ അതുകൊണ്ട് അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് ഡിക്ലെയർ ചെയ്തത് കഴിഞ്ഞ് കഴിയുമ്പോ അയ്യോ ഇന്ന ചാപ്റ്റർ ബാക്കിയുണ്ടല്ലോ അന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് പാടാണ്. മനുഷ്യന്മാരല്ലേ ഏതെങ്കിലും ചാപ്റ്റർ ചിലപ്പോ നമ്മുടെ വേണ്ടി വിട്ടുപോകോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ളവരാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ഉറപ്പുവരുത്താനും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ചോദിച്ചത്. ഓക്കെ. യെസ്. അപ്പൊ എനിക്ക് ഉള്ള ആൻസറും കൂട്ടി ഞാൻ ടീച്ചേഴ്സ് പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. 3 ചാപ്റ്റേഴ്സ് ടോട്ടൽ ഇനി ബാക്കി നിൽക്കുന്നുണ്ട്, ഇപ്പൊ നിൽക്കുന്നത് കൂടാതെ. ഓക്കെ. അപ്പൊ അതുകൂടി ടീച്ചേഴ്സ് കൂടുതൽ അവേഴ്സ് ഉള്ളവർക്കാണ് ചാപ്റ്റേഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവര് അത് ടൈം കംപ്ലീറ്റ് ചെയ്തെടുത്തോളൂ. ഓക്കെ. സോ നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ബാക്കിയുള്ള ഭാഗം ഇതിനകത്ത് മുഴുവനും ഈ സഫിക്സ്, റൂട്ട് വേർഡ്സ്, പ്രിഫിക്സ്, അതുപോലെ തന്നെ അബ്രീവിയേഷൻസ് ഒക്കെയാണ്. നമ്മൾ ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ എടുത്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 5 or 6 മാക്സിമം ബാക്കി കൂടുതലുള്ള ഒരു പേജിൽ നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നില്ല. അത് മാർക്ക് ചെയ്യുന്നത് ഐ തിങ്ക് ആവറേജ് 7 or 8 അത്രയുമാണ് ഓരോ പേജിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതൊന്ന് അതാത് ദിവസങ്ങളിൽ തന്നെ പഠിച്ചു വയ്ക്കാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ റെഫർ ചെയ്ത് സമയം കിട്ടുന്നതനുസരിച്ച് റെഫർ ചെയ്ത് വെക്കുക. ബിക്കോസ് ഇതെല്ലാം നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് മാത്രം നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് എടുക്കുക. ബാക്കിയുള്ളത് റെഫർ ചെയ്യാനും ഉപയോഗിക്കാം. ഓക്കെ. പിന്നീടൊക്കെ നിങ്ങളും ഇതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് എന്താ പറയാ എന്നും കിട്ടി കഴിയുമ്പോൾ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽത്ത് കെയർ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലോ ഒക്കെ നമുക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ എന്താണ് നമുക്ക് സംസാരിക്കും, നമുക്ക് ഇന്നതാണ് അതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണ്ടേ. അപ്പൊ അതിനോട് വേണ്ടിയിട്ടാണ്. ഓക്കെ. നമ്മളൊരു ബാച്ചിലേഴ്സ് കഴിഞ്ഞു. വളരെ വളരെ സന്തോഷത്തോടു കൂടി നമ്മളുടെ സ്റ്റുഡൻസ് ഒക്കെ പോയി വളരെ ഹാപ്പി ആയിട്ട് അതുപോലെ അല്ലേ. ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് റൂട്ട് വേർഡ്സ് ആണ്. ഒരു റൂട്ട് വേർഡ്സിൽ ഒരു 10 എണ്ണം മാത്രമേ നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ചുള്ള ആ ഒരു പേജില്. ബാക്കിയുള്ളത് പഠിച്ചാലോ? ഓക്കെ ആണോ? റെഡി ആണോ നിങ്ങൾ? യെസ്. കണ്ടോ നിങ്ങള്? അവരിട്ടപ്പോ സ്റ്റോറി ഒക്കെ ഇട്ടപ്പോ കണ്ടതായിരുന്നു അല്ലേ? സ്റ്റാറ്റസും സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഞാൻ വിളിച്ചത് അങ്ങനെ കാണുമല്ല. ഓക്കെ. ഓക്കെ. വെരി നല്ലതായിരുന്നു അല്ലേ?
നമ്മൾ കോട്ടക്കൂടി മറ്റേ പിള്ളേരും ഇവിടെ വന്നവരും നമ്മളെ കണ്ടവരൊക്കെ പറഞ്ഞു എന്താ പറയാ നിങ്ങളുടെ ക്ലാസ് എടുക്കുമ്പോൾ കാണുന്നത് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടായിരിക്കും. ക്ലാസ് എടുക്കുമ്പോൾ കാണുന്നത് പോലെയല്ല ടീച്ചേഴ്സിനെ കൂടെ ഒന്ന് നേരിട്ട് കണ്ടായിരുന്നപ്പോ കുറച്ചുകൂടിയൊക്കെ വേറെ രീതിയിലാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ എന്താ പറയാ സംസാരം വേണ്ട കാര്യങ്ങളൊക്കെയാണ്, എന്താ പറയാ അങ്ങനെ തന്നെയുള്ളൂ. ഓക്കെ, താങ്ക് യു. കുറച്ച് സമയം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വരണം. പിന്നെ പരീക്ഷകൾ നടക്കുന്നുണ്ട് ഓരോ ബാച്ചിന്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതെല്ലാവരും കൂടി ഇച്ചിരി ഒരു 12:30ക്കാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ബ്രേക്ക് വരുന്നത്. 1 മണിക്ക് ലഞ്ച് ബ്രേക്ക് ആണ്. 12:30 ഒരു 12:45 ടീച്ചേഴ്സ് എല്ലാവരും കൂടി കളക്ട് ചെയ്ത് കിട്ടുള്ളൂ. അപ്പൊ ഒരു ഇച്ചിരി കുഞ്ഞു കാര്യങ്ങൾ ചിലപ്പോൾ ഷോർട്ട് സ്വീറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ചെറിയ പെർഫോമൻസ് ഞങ്ങൾ ഉണ്ടാക്കി മാത്രമേ ഉള്ളൂ. നിർബന്ധിച്ചതുകൊണ്ട് അത് ഉണ്ടാവുകയായിരുന്നു. ചുരുങ്ങിയ സമയം പെട്ടെന്നായിരുന്നു അത്. അത്ര സമയമൊന്നും ഇല്ല. അതിനെല്ലാം കൂടി ശരിയാക്കി എന്തായാലും സൂപ്പറായിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്കുള്ളൊരു എന്താ പറയാ ഒരു ഇൻസ്പിറേഷൻ ആണ്. ഞങ്ങളും ഇതുപോലെ പോകണം, ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ചെല്ലണം. അത് അതുപോലെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്ന് നിങ്ങൾ കൂടി വേണ്ടേ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് പഠിക്കാം. ബാക്കിയുള്ള 11ാമത്തെ നമുക്ക് പറയാറുള്ളത് അല്ലെ, ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ കേൾക്കണ്ടല്ലോ നമ്മള്. അതൊക്കെ പരിചയമുള്ള ഒരു വേർഡാണ്. ബ്രോങ്ക് BRONCH എന്ന് പറയുന്നത് ബ്രോങ്ക് പൈപ്പ് അല്ലെ. നമ്മുടെ എന്താ പറയാ ശ്വാസം ഒക്കെ കടന്നു പോകുന്ന ഒരു പൈപ്പാണ്. ബ്രോങ്കൈറ്റിസിനെയൊക്കെ അങ്ങനത്തെ ഇതിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസസ് ഒക്കെ വരുന്നതാണ് ബ്രോങ്കൈറ്റിസ് ഒക്കെ. അടുത്തത് BUCC, ചീക്ക്. ചീക്കിനാണ് ബ്രോങ്കി എന്നൊക്കെ നമുക്ക് പറയും. ചീക്കില്ലേ നമ്മുടെ എന്താ പറയാ കമിഴ്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂട്ടുകളാണ്. BURSA, പൗച്ച് ഓർ സാക്ക്. ഈ എന്താ പറയാ അല്ലെങ്കിൽ അറ അല്ലെങ്കിൽ സാക്ക് പോലെയുള്ളത് അതിനെയാണ് നമുക്ക് എന്താ പറയാ നമുക്ക് പിത്തസഞ്ചി എന്നൊക്കെ പറയൂല, അതുപോലെയുള്ള സാക്സ്. BURSA. CALNUS, ഹാർഡ് തിക്കൻഡ് സ്കിൻ. അതൊക്കെ അതായത് ഭയങ്കര ഹാർഡായിട്ടുള്ള കുറച്ച് എന്താ പറയാ തിക്ക് ആയിട്ടുള്ള സ്കിൻ, അത് അങ്ങനെയൊക്കെയാണ്. ടിഷ്യൂസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു പാർട്ട്, അതിനെയാണ് നമ്മൾ CALNUS കാലസ് എന്ന് പറയുന്ന റൂട്ടുകളിലോട്ട് ഉപയോഗിക്കുന്നത്. കാൽസ്യം CARCIN, ക്യാൻസറിന് വേണ്ടി ഉപയോഗിക്കുന്ന റൂട്ട് വേർഡാണ്. CARCIN, ക്യാൻസറിന് വേണ്ടി ഉപയോഗിക്കുന്ന റൂട്ട് വേർഡാണ്. അടുത്തത് കാരോട്ടിൻ, CAROTID, ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് നെക്ക്. നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ ആർട്ടറീസ് ആണ്, ധമനികളാണ്. CAROTID, ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്. കാർപ്പസ്, CARPUS, റിസ്റ്റ് ആണ്. നമ്മുടെ ഈ റിസ്റ്റ് വാച്ച് എന്നായിട്ടുണ്ടല്ലോ, വാച്ച് കിട്ടുന്ന ഒരു ഭാഗം അല്ലെ. CARPUS, റിസ്റ്റ് ആണ്. WRIST, അതിന്റെ പ്രൊനൗൺസ് ചെയ്യുന്നത് റിസ്റ്റ് ആണ്. CENT, നമ്മള് സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് എന്താ പറയാ ഉപയോഗിക്കുന്ന ഒരു ചെറിയ പാർട്ട്, അതാണ് അതിന്റെ റൂട്ട് വേർഡ്. നമ്മുടെ മെഡിക്കൽ ടേംസിൽ വരുമ്പോ ഇറ്റ്സ് എ ഫ്രാക്ഷൻ ഓഫ് മെട്രിക് സിസ്റ്റം. മെട്രിക് സിസ്റ്റത്തിലെ ഒരു ഭാഗം, അത് 1/100 എന്നൊക്കെ നമ്മൾ പറയില്ലേ, 100 എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട്. സെന്റിമീറ്റർ നമ്മൾ 100ലാണ് പറയുക. 100 സെന്റിമീറ്റർ മേക്സ് 1 മീറ്റർ എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ CENT, ഇറ്റ്സ് 100 എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു CENT എന്ന് പറയുന്ന റൂട്ടുകൾ ഉപയോഗിക്കുക. അടുത്തത് അതുപോലെ തന്നെ CNTE കൂടി ചേർന്നപ്പോ ഇറ്റ് മീൻസ് ടു പങ്ക്ചർ എ ബോഡി ക്യാവിറ്റി. ഒരു ബോഡിയിലെ ഒരു ബോഡി ക്യാവിറ്റിനെ പങ്ക്ചർ ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള അക്ഷരം അല്ലെ, അതാണ് CENTE എന്ന് പറയുന്ന സെറ്റ്. മറ്റേതിനകത്ത് CNT ഉള്ളൂ. ഓർക്കാരാണ് തമ്മിലുള്ള ഡിഫറൻസ് ഒരു ലെറ്ററിന്റെ മാത്രമാണ്, പക്ഷെ മീനിങ്ങിൽ വ്യത്യാസമുണ്ട്. CILI, ഐലിഡിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡാണ്. CILI, ഐലിഡ്. അടുത്തത് CLEID, ക്ലാവിക്കിൾ എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റൂട്ട് വേർഡാണ്. CLEID എന്ന് പറയുന്നത് ക്ലാവിക്കിൾ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഷോൾഡറും നെക്കും തമ്മിലുള്ള ഒരു ബോണാണ്. ഈ ഷോൾഡറും നെക്കും തമ്മിലുള്ള ഇടയിൽ ഉണ്ടാകുന്ന ഒരു ബോണാണ് കേട്ടോ ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. നമുക്കറിയാലോ ഈ എന്താ പറയാ ഈ ക്ലാവിക്കിൾ ബോൺ വിസിബിൾ ആകുന്നതൊക്കെ ഒരു ബ്യൂട്ടിയുടെ ഒരു അതന്നെ ബ്യൂട്ടിയുടെ ഒരു ഭാഗമാണെന്ന് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക്
പെൺകുട്ടികളൊക്കെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നവരൊക്കെ ഭയങ്കര വിസിബിൾ ആകും അല്ലെ. അതൊരു ബ്യൂട്ടിയുടെ ഒരു സൈൻ ആണ് എന്നൊക്കെ പറയും. ബ്യൂട്ടി കോൾ എന്നൊക്കെ അതിനെ പറയും. കാരണം പെൺകുട്ടികളൊക്കെ വിസിബിൾ ആകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അത് വിസിബിൾ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക സ്റ്റൈലിംഗ് രീതിയിലാണ് പറയുന്നത്. ക്ലാവിക്കിൾ ആണ് അതിന്റെ റൂട്ട് വേർഡ് CLEID. Cubitus, CUBITUS, എൽബോ ആണ് നമ്മുടെ മുട്ടിന്റെ ഭാഗമാണ്. ക്യൂബിറ്റസ് എന്നാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന റൂട്ട് വേർഡ്. CYCL, സൈക്കിൾ ഓർ സർക്കിൾ. വൃത്താകൃതിയിലുള്ള സൈക്കിൾ എന്ന് പറയാൻ കാരണം ഒരു സൈക്കിൾ വൃത്തിയാക്കില്ലേ നമ്മൾ എത്രയോ സൈക്കിൾ വാട്ടർ സൈക്കിൾ എന്നൊക്കെ കേട്ടല്ലേ. ഏത് തുടങ്ങുന്നതും അവസാനിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ. അതാണ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ പൂർത്തിയാക്കുന്ന രീതിയിലും. CYCL, സർക്കിൾ ഓർ സൈക്കിൾ ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂട്ട് വേർഡ് CYCL. ഡിജിറ്റ്, ഫിംഗർ ഓർ ടോ, നമ്മുടെ വിരലുകൾ അല്ലെങ്കിൽ ടോ, അതൊക്കെ അതിനെയാണ് നമ്മൾ ഡിജിറ്റ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ഉപയോഗിക്കുക. EDE, സ്വെല്ലിങ്ങിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡാണ്. സ്വെല്ലിങ് എന്താ പറയാ നീർക്കെട്ട്, അതാണ് EDE. Then ESTHI, relating to sensation. നമുക്ക് എന്താ പറയാ സ്പർശനവുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താനാണ് ഈ ഒരു ഭാഗം ഈ ഒരു കാര്യം ഉപയോഗിക്കുക. കാരണം അതിന്നൊക്കെയാണോ അനസ്തേഷ്യ, സെൻസിറ്റിവിറ്റിയെ കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. അത് ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇപ്പൊ ഡോക്ടേഴ്സിന് സർജറീസ് മറ്റു പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു നമ്മുടെ സെൻസേഷൻ ഫീലിങ്ങിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണം നമ്മളുടെ അനസ്തേഷ്യ നമ്മുടെ രണ്ട് രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ അനസ്തേഷ്യകൾ 3 രീതിയിൽ പഠിച്ചിട്ടുണ്ട്. 3 ഏരിയാസ് ഓഫ് അനസ്തേഷ്യ. അത് ഏതെങ്കിലും രീതിയിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ഏരിയ പാർട്ട് ഓഫ് ബോഡിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സർജറീസോ പ്രൊസീജിയേഴ്സോ ഡോക്ടേഴ്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന റൂട്ട് വേർഡ് ESTHESI, റിലേറ്റിംഗ് ടു സെൻസേഷൻ. FEBR, ഫീവറിനെയാണ് നമ്മൾ FEBR എന്ന് പറയുന്ന റൂട്ട് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഫീവർ, പനി. FLEX, ബെൻഡ്, ഫ്ലെക്സ്. ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സാധാരണ കോമൺ യൂസേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെക്സിബിലിറ്റിയെ സൂചിപ്പിക്കാൻ FLEX, ഫ്ലെക്സിബിൾ. അതിൽ നിന്നുണ്ടായിരിക്കുന്ന റൂട്ട് വേർഡാണ് ഫ്ലെക്സ്. ടു ബെൻഡ് എന്ന് വെച്ചാൽ വളയ്ക്കുക. ഫോരാമൻ, FORAMEN, ഓപ്പണിംഗ്, ഓപ്പണിംഗ്. പുറത്തേക്ക് എന്തെങ്കിലും ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇതിനകത്ത് ഉൾപ്പെടായിട്ട് ഉപയോഗിക്കുന്നത് FORAMEN ആണ്. ഫോരാമൻ, ഓപ്പണിംഗ്. അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് 28, 29 റിപ്പീറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് ആയിരുന്നു. അവിടെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം കാണുമ്പോൾ തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നത് 2 റിപ്പീറ്റഡ് ആണ് എന്ന് ക്ലിയർ ആകുമല്ലോ അല്ലെ. കിടക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പ്രത്യേകം സ്ട്രൈക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു പേജിൽ നമുക്ക് പഠിക്കാനുള്ള സഫിക്സുകൾ. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്തേക്ക വേഗം തന്നെ. ബ്രൗങ്ക് മാർക്ക് ചെയ്യാം. BRONCH, വിൻഡ്, പൈപ്പ് എന്നുള്ളത് 11ാമത്തെ. 15ാമത്തെ കാശ്, CARCIN, ക്യാൻസർ 15. Then carpus, wrist, WRIST, wristന്റെ മീനിങ് വരുന്ന CARPUS, carpus എന്ന് പറയുന്ന സഫിക്സ് റൂട്ട് വേർഡ്. CENT ഉണ്ട്, CENTE ഉണ്ട്. 2 വേറെയാണ്. അത് 2 ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. സെന്റ് ഓർ 100th എന്ന് 100th, 100 ഫ്രാക്ഷൻ ഇൻ ദ മെട്രിക് സിസ്റ്റം. അതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി വെക്കാം. CLTE, ടു പങ്ക്ചർ ബോഡി, ബോഡി ക്യാവിറ്റിനെ പങ്ക്ചർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് CLTE. അത് മാർക്ക് ചെയ്യാം. CYCL, സർക്കിൾ ഓർ സൈക്കിൾ. സർക്കിൾ ഓർ സൈക്കിൾ എന്ന മീനിങ് വരുന്ന CYCL എന്ന് പറയുന്ന റൂട്ട് വേർഡ് മാർക്ക് ചെയ്യാം. Then FEBR, ഫീവർ. FEBR, ഫീവർ. നെക്സ്റ്റ് വൺ ESTHESI, relating to sensation. Relating to sensation. ആ ഒരു മീനിങ് വെച്ചാണ് കേട്ടോ. പെർസെപ്ഷൻ അത് പഠിക്കുന്നില്ല, അതൊരു മീനിങ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പേജിൽ മാർക്ക് ചെയ്യാറുള്ളത്. ക്ലിയർ ആയോ? എത്ര നോട്ടെന്ന് വേഗം പറഞ്ഞ് അപ്പൊ പിന്നെ മിസ്സായി പോയെന്ന് നോക്കാൻ പറ്റും. 8 എണ്ണമാണ് വീണ്ടും നമുക്ക് ഈ ഒരു പേജിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്പർ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് എല്ലാവരും 11, 15, 17, 18, 19, 23, 26, 27, 8 എണ്ണം.
കുറെയൊക്കെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. അങ്ങനത്തെയൊക്കെയാണ് നമുക്ക് എക്സാമിന് ഇതായിട്ട് ചോദിക്കുക. കാരണം ഇത് മുഴുവനും നമുക്ക് എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 600 എബൌട്ട് ഉണ്ട് ഏകദേശം. അപ്പൊ അത് മുഴുവനും നമ്മൾ പഠിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. പിന്നെ നമുക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ അത് നോക്കിയിട്ടാണ് നമുക്ക് എടുത്തു തരുന്നത്, മാർക്ക് ചെയ്യാൻ വേണ്ടി. റൈറ്റ്, ക്ലിയർ ആയില്ല? 8 മാർക്ക് ചെയ്തു. അടുത്ത പേജിലേക്ക് പോകാനേ. പ്ലീസ് ടെൽ ദ നമ്പർ വൺസ് മോർ. 11, 15, 13, 15, 17, 18, 19, 23, 26, 27. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണ്. അടുത്തത് അതൊക്കെ സിമ്പിൾ ആണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്നതൊക്കെയാണ്. FRACT, ഫ്രാക്ചർ. എന്താ അത്? ബ്രേക്ക്. എല്ലൊക്കെ പൊട്ടുമ്പോഴൊക്കെ പറ്റില്ലേ? അപ്പൊ അത്രയും ഇതുള്ളൂ, അതിന് ചേർത്തതാണ്. FRACT, ബ്രേക്ക്, പൊട്ടുക, ബ്രേക്ക് ചെയ്യുക. GEST, ജസ്റ്റ്, ക്യാരി, പ്രൊഡ്യൂസ്, കോൺജസ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മളുടെ ഇപ്പൊ ശ്വാസകോശത്തിലേക്ക് എന്തെങ്കിലും കൂടെ അതന്നെ അതങ്ങനെ നിറഞ്ഞു നിൽക്കുക. കുഴലുകളൊക്കെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന കുഴലുകളോ അവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അതിനെയൊക്കെ ക്യാരി ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടുപേരാണ് GEST കേട്ടോ, ജസ്റ്റ്. അടുത്തത് GNO, നോ. KNOW, നോ, അറിയുക. നോ എന്ന് പറയുന്നതിന് അതും അതുപോലെ തന്നെ ഒരു പ്രൊനൗൺസ് ചെയ്യുന്നത് GNO, നോ തന്നെയാണ്. അതിന്റെ മീനിങ് വരുന്നത് KNOWO എന്ന് പറയുന്ന മീനിങ് ആണ്. GRAM, സംതിങ് റിട്ടൺ ഓർ റെക്കോർഡ്. എന്തെങ്കിലും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചു അല്ലെങ്കിൽ എഴുതി വെച്ചു. ഏത് രീതിയിൽ റെക്കോർഡ് ചെയ്യാലോ? ബൈ ഹാൻഡ് നമുക്ക് റിട്ടേൺ ആയിട്ടും എഴുതി വെക്കാം. അതല്ല എങ്കിലും വേറെ ഏതെങ്കിലും നമുക്ക് വോയിസ് കൊടുക്കരുത്, മറ്റേതെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാം. സൗണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട്, എഴുതുന്നതും ഒക്കെ നമുക്ക്. അപ്പൊ അതൊക്കെ വരുന്നത് ഇലക്ട്രോകാർഡിയോഗ്രാം ഒക്കെ ഗ്രാം, സംതിങ് ഇറ്റ് ഈസ് റിട്ടൺ ഓർ റെക്കോർഡ്, അതിനെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂട്ട് വേർഡാണ് ഗ്രാം. ഗ്രാഫ് എന്ന് പറയുന്നത് ടു റൈറ്റ് ഓർ ടു റെക്കോർഡ്. ആ ഒരു പ്രക്രിയയില്ല, ആ ഒരു ചെയ്യുന്ന പ്രോസസ്സ്, എഴുതുക ആ പ്രോസസ്സ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ്, അത് രണ്ടും പ്രോസസ്സാണ്. മറ്റേത് ഓൾറെഡി റിട്ടേൺ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നർത്ഥം വരുന്നതാണ് ഗ്രാഫ്. ഗ്രാഫ് എന്ന് പറയുന്നത് ടു റൈറ്റ് ഓർ ടു റെക്കോർഡ്, രണ്ടും തന്നെ കേട്ടോ. അടുത്തത് HUMERUS, ഹെമറസ്, ദ ബോൺ ഓഫ് ദ അപ്പർ, നമ്മുടെ എന്താ പറയാ കയ്യിലെ മുകളിലുള്ള എന്താ പറയാ അപ്പർ ആമിന്റെ ഭാഗത്തുള്ള ഒരു വലിയ നീണ്ട ബോണാണ്, എല്ലിനെയാണ് നമ്മളെന്ന് പറയാം ഹെമറസ് എന്ന് പറയുന്നത്. IDI, ഡിഫറെന്റ് ഓർ ഡിസ്റ്റിങ്ക്റ്റ്, വ്യത്യസ്തമായത് എന്നർത്ഥം വരുന്നതാണ് IDI. IOD നമുക്കറിയാം, അത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അയോഡിൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ സബ്സ്റ്റൻസ്, അതിന്റെ ഷോർട്ട് ആയിട്ട് റൂട്ട് വേർഡ് ആയിട്ട് ഉപയോഗിച്ചിട്ടാണ് IOD, അയോഡിൻ. ലാക്ട്, ലാക്ടോജൻ അല്ലെ, മിൽക്കിനകത്ത് അടങ്ങിയിരിക്കുന്നതാണ്. LACT, ലാക്ട് എന്ന് പറയുന്നത് മിൽക്ക് എന്ന മീനിങ് ഉള്ള ഒരു വേർഡാണ് ലാക്ട്. ലിംഗ്യു, LINGU, ടങ്, നമ്മളുടെ നാവ്, ഒക്കെയാണ് ഉപയോഗിക്കുക. MEN, മെൻ, മന്തിനെ സൂചിപ്പിക്കുന്നതാണ്. MEN, മന്ത്, മന്ത് എന്ന് പറഞ്ഞാൽ അറിയാമോ? അത്. OCUL, ഐനെ സൂചിപ്പിക്കാനാണ് OCUL എന്ന് പറയുന്ന ഉപയോഗിക്കുക. OV എന്താണ്? എഗ് ആണ് അല്ലെ, ഓവുലേഷൻ, ഓവം എന്നൊക്കെ പറയുന്നത് എഗ് ആണ്, അതിനെ സൂചിപ്പിക്കുന്നതാണ്. പാൽപേറ്റ്, ടു ഇൻസ്പെക്ട് ബൈ ടച്ച്, തൊട്ടൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുക, പരിശോധിക്കുക. ഇങ്ങനെ തൊട്ട് നോക്കി പരിശോധിക്കുന്നതിനെയാണ് നമ്മുടെ പാൽപേറ്റ് എന്ന റൂട്ട് വേർഡ് ഉപയോഗിക്കുക. നെക്സ്റ്റ് PED, പെഡ്, ചൈൽഡ് ഓർ ഫുഡ്, രണ്ടിനും ഉപയോഗിക്കും കേട്ടോ. പീഡിയാട്രീഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ PED അവരുടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് അത് അങ്ങനെ മാറിയിരിക്കും. ഫുഡ് ആണെങ്കിലും PED. പെഡിക്യൂർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, കാലിലൊക്കെ ചെയ്യുന്ന ഒരു എന്താ പറയാ കാലിലെ മറ്റേ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, അതൊരു പ്രൊസീജിയർ ആണ് പെഡിക്യൂർ. അപ്പൊ അതുകൊണ്ടാണ് ആ രണ്ട് രീതിയിലും അത് വന്നിട്ടുണ്ട്. PERCUSS, ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്, അത് മറ്റൊരു രീതിയിലുള്ള പരിശോധനയാണ്. സ്ട്രൈക്കിംഗ്, തട്ടിയിട്ട് അടിച്ചിട്ട് അങ്ങനെ കൊട്ടിയിട്ടൊക്കെ അല്ലേ, ചില കാര്യങ്ങൾക്ക് അങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയാ അവർക്ക് ഫീലിങ്സ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ തട്ടി നോക്കിയിട്ടൊക്കെ ചെയ്യേണ്ടി വരും, ഇൻസ്പെക്ട് ചെയ്യേണ്ടി വരും. അതിനെയാണ് PERCUSS. പെർക്യൂഷൻ.
Then PHOT, ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളാണ്. ഫോട്ടോജനിക്. ഓക്കെ. Then PLEUR, റിബസൈഡ്. റിബസൈഡിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള റൂട്ടുകളാണ് PLEUR. റിബ്. അടുത്തത് PTO, ഫുഡിനെ ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ് കേട്ടോ, PTO എന്ന് പറയുന്നത്. അടുത്ത PTYAL, സലൈവ, നീരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നീര് വരുന്ന ഒരു റൂട്ട് വേർഡാണ് PTYAL. PYR, ഫയർ എന്നതിനെ സൂചിപ്പിക്കാനുള്ള റൂട്ട് വേർഡാണ് PYR, ഫയർ. പിന്നെ റേഡിയസ് ആണ്. റേഡിയസ് രണ്ട് രീതിയിൽ പറയുന്നത്. ഇവിടെ മെഡിക്കൽ ടേംസിലും അത് രണ്ടും വരുമായിരിക്കും. മെഡിക്കൽ ടേംസിൽ നമ്മുടെ നമ്മുടെ കല്ലിയുടെ ഈ ഇവിടെ തമ്പ് സൈഡിലുള്ള ഒരു ബോൺ, തമ്പ് സൈഡിൽ ഈ വിരലിന്റെ ബോണാണ്. ആ ബോണിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. മാത്രമല്ല നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള റേഡിയസ് സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് യോജിപ്പിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു വയർ അല്ലെ, അതെ, അവിടെയും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ആ രണ്ട് രീതിയിലും രണ്ട് രീതിയിലും ചിലപ്പോൾ മെഡിക്കൽ ടേംസിലും വേണ്ടി വരുമായിരിക്കും. ഓക്കെ. അപ്പൊ റേഡിയസ് ഈ രണ്ട് രീതിയിലും വരുന്നുണ്ട്. കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ മെഡിക്കൽ ടെർമിനോളജിയിൽ തമ്പ് സൈഡ്, തമ്പ് സൈഡിലുള്ള കുറച്ച് വലിയ ഒരു ബോണാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പേജിലുള്ള റൂട്ട് വേർഡുകൾ. 30 മുതൽ 52 വരെ വരുന്നതാണ് ഈ ഒരു പേജിലോട്ട്. വർക്ക് ചെയ്യാലോ? മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തു. ഒന്നാമത്തെ മാർക്ക് ചെയ്യുന്നത് FRACT, ബ്രേക്ക്. FRACT എന്ന് പറയുന്ന റൂട്ട് വേർഡാണ് മാർക്ക് ചെയ്തത് ഒന്നാമത്തെ. അടുത്തത് GNO, നോ. GNO. നെക്സ്റ്റ് വൺ ഗ്രാഫ് ഉണ്ട്. ഗ്രാഫ് രണ്ട് മാർക്ക്, ഗ്രാം ആൻഡ് ഗ്രാഫ്. gram, graph. Next one, PED, child or foot. PED, child, foot. Next one, PHOT, light. PHOT, light. And the PLEUR, rib. Rib or side. Rib, side. Next one, PTYAL, saliva. PTYAL, saliva. And the last one, radius. Yes, ഇത്രയുമാണ് ഈ പേജിൽ മാർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് 52ാമത്തെ കേട്ടോ റേഡിയസ് 30, 32, 33, 44, 44, 46, 47, 47, 50, 52. ഇത്രയുമാണ് 9 യെസ്. ഒന്നുകൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തേക്ക് അവർക്ക് അറിയാൻ കിട്ടാത്തുണ്ടെങ്കിൽ. എല്ലാവരും കിട്ടിയില്ലോ? അടുത്തതിലേക്ക് പോകട്ടെ. കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചില്ല. അബ്രിവിയേഷൻസ് എളുപ്പമായിരിക്കും. അക്ഷരം നോക്കി നമുക്ക് പറയാൻ പറ്റും. മീനിങ്ങുകൾ, അതുപോലെ തന്നെ സഫിക്സ്, പ്രിഫിക്സിന്റെ മീനിങ് കുറെയൊക്കെ നമുക്ക് കുറെ വായിച്ചു ചെയ്യുമ്പോൾ തന്നെ പിടികിട്ടും അല്ലെ. അതൊന്ന് കണക്ട് ചെയ്തൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കാം. അബ്രിവിയേഷൻസ് ആ ലെറ്റേഴ്സിന്റെ തുടക്കമൊക്കെ നോക്കിയിട്ട് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒത്തിരി കാര്യങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകുന്നുണ്ട്. ഒരു കുറച്ച് കാലഘട്ടം മുമ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു പനി പോലും വരാനായിട്ട് നമ്മൾ കുറച്ചിട്ട കാലഘട്ടമുണ്ട് അല്ലെ. സ്കൂളിൽ പഠിക്കുമ്പോ അല്ലെങ്കിൽ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പനി വന്ന കുറച്ച് സ്പ്രെഡേഴ്സ് ഒന്ന് വീട്ടിൽ യൂസ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും പനി വരാറില്ല. ഇന്ന് എന്ന് പറഞ്ഞാൽ കുട്ടികള് എവിടെയെങ്കിലും നമ്മുടെ കുട്ടികളെ കൊണ്ട് ഒരു ട്രിപ്പ് പോയി കുട്ടികൾ വരുമ്പോൾ അതുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റില്ല. അതുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഏത് രീതിയിൽ അത് ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ചേഞ്ചസ് ഉണ്ട്, ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ. അത് കാരണം കൊണ്ട് ഇന്ന് നമുക്ക് എപ്പോഴും ഹോസ്പിറ്റൽസിൽ വൺസിന്റെ എന്തെങ്കിലും പോകാതിരിക്കാൻ പറ്റില്ലാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമായി ഇപ്പൊ എന്തൊക്കെ അവിടെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന സൈൻ ബോർഡുകളാകാം,
അല്ലെ? ഒത്തിരി ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമ്മളെങ്ങനെ അറിയുന്നത്? പക്ഷെ പണ്ടത്തെ കാലത്തെ ആൾക്കാരോട് ഏത് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ ഏതെങ്ങനെ അറിയാൻ പറ്റുമോ? ഡോക്ടേഴ്സിനോട് മാത്രമേ അറിയാൻ പറ്റിയിരുന്നുണ്ടാവുള്ളൂ. കാരണം ഒരു വല്ലപ്പോഴും വല്ല കൊല്ലത്തിൽ കൊല്ലമൊക്കെ എത്തിയ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ രീതിയിലുള്ള ഭക്ഷണ രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? സ്വന്തമായിട്ട് അധ്വാനം ഉണ്ടായിരുന്നു അല്ലെ? ഫിസിക്കൽ ഒരു എന്താ പറയാ ഹാർഡ് വർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ്. നമ്മൾ ഇരുന്നിട്ടും മുന്നോട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതലും ചെയ്യാം. വെറുതെ നിന്ന് കൊടുത്താൽ മതി. മെഷീൻസ് ആണ് എല്ലാം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹോസ്പിറ്റൽസിൽ വിസിറ്റ് ചെയ്യുന്നത് കൊണ്ടും ഈ പറയുന്ന ഹോസ്പിറ്റൽസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഹോസ്പിറ്റൽസിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ആളുകളൊക്കെ വരുന്നുണ്ട്, ആ രോഗങ്ങൾക്ക് എന്തൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ നമ്മൾ തന്നെ എന്തൊക്കെ രോഗങ്ങൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ ഡോക്ടറാകുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കി. ഒരു വയറുവേദന വന്നു, ഒരു പനി വന്നു, നമ്മൾ തന്നെ ഡോക്ടേഴ്സ് ആയതുകൊണ്ടാണല്ലോ നമ്മൾ തന്നെ അവിടെ നിന്നൊക്കെ വില പുളിയൊക്കെ വാങ്ങിച്ച് എടുത്തിട്ട് കഴിക്കും. ആ വയറുവേദനല്ലേ, അപ്പൊ അതിന് ഇന്നത് കഴിച്ചാൽ മതിയാവും, മാറിപ്പോഴും അല്ലെ? തലവേദനയല്ലേ, അപ്പൊ ഇന്നത് കഴിച്ചാൽ മതി, മാറിപ്പോഴും. കാരണം അതെങ്ങനെ നമുക്ക് മനസ്സിലായാൽ നമുക്കറിയാം ഇന്ന കാര്യങ്ങൾക്ക് ഡോക്ടേഴ്സ് എഴുതുന്നത് ഇന്നതാണ്. പ്രാവശ്യമൊക്കെ പോയി കഴിയുമ്പോൾ ആ ഒരു സാധനം നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ അത് വാങ്ങിച്ച് കഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് ഒട്ടും പറ്റാണ്ടായി കഴിയുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? ഹോസ്പിറ്റലിൽ പോകുള്ളൂ. എന്ന് വെച്ചാൽ മണ്ടന്മാരായിട്ട് നമുക്ക് സൂചി കൊണ്ട് എടുക്കേണ്ടത് തുമ്പ കൊണ്ട് എടുക്കുന്ന സിറ്റുവേഷൻസിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ നമ്മളിത് ആശുപത്രിയിൽ തന്നെ പോകേണ്ടി വരും അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാതെ അവരങ്ങനെ പറയുമ്പോ നമ്മൾ ഒരു പനിയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പനിയൊക്കെ സൂക്ഷിക്കണം. ആ പനി വരുമ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം. ഒത്തിരി പനികൾ വ്യത്യാസമായിട്ട് വരുന്നുണ്ട്, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും സ്വന്തമായിട്ടൊക്കെ ചികിത്സ നടത്തിയിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് നോക്കും. കുറച്ച് ഒരു ദിവസത്തിനുള്ളിൽ 1-2 പ്രാവശ്യം മെഡിസിനൊക്കെ കഴിച്ചിട്ട് കിടന്നൊക്കെ നോക്കും. പക്ഷെ പറ്റിയില്ല എങ്കിൽ മാത്രമാണ് പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ പോകുന്നത്. ഓക്കെ, നമ്മള് പറയുകയൊക്കെ ചെയ്യല്ലേ എല്ലാവരും, പക്ഷെ പ്രാക്ടിക്കൽ ആവുന്നില്ലാന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് പഠിക്കാം നമുക്ക്. കുറിച്ചിട്ടേക്കാന്ന് വിചാരിച്ചിട്ടാ. S53 ആണ് കേട്ടോ. അടുത്തത് പിന്നെ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കിഡ്നി REN, കിഡ്നിയെ സൂചിപ്പിക്കാനുള്ള കൂട്ടുകാരാണ് REN, റീപ്ലേസ്മെന്റ് അല്ലെ? അതായത് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുമ്പോൾ കിഡ്നി മാറ്റി വെക്കുന്നതുമായിട്ടുള്ള തെറാപ്പീസ്, അതിന്റെ സർജറീസ് ഒക്കെ REN കിഡ്നിയാണ്. റെറ്റിനയും അതുപോലെ തന്നെ എന്താണ് റെറ്റിന? ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ലെയർ ഓഫ് ദ ഐ. നമ്മുടെ കണ്ണിന്റെ ഒരു പാളിയാണ്, അത് ഇന്നർ നെർവ് ആണ് അല്ലെ? ഇന്നർ നെർവ് ആന്തരികമായിട്ടുള്ള റെറ്റിന. കണ്ണിന്റെ പടമൊക്കെ പഠിച്ചപ്പോ നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെയെങ്കിലൊക്കെ ക്ലാസ്സുകളിൽ പഠിച്ചത് 9-ലോ 8-ലോ 10-ലോ ഒക്കെ കേട്ടിട്ടുണ്ട്. കണ്ണിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് അതിനകത്ത് ലേബൽ ചെയ്യുമ്പോ നെയിമുകൾ ഓരോ പാർട്സിന്റെ നെയിമൊക്കെ ലേബൽ ചെയ്യുമ്പോ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? റെറ്റിന തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ SANGU, ബ്ലഡിനെ സൂചിപ്പിക്കുന്ന കൂട്ടുകാരാണ് SANGU. സെബം, അതൊരു ഫാറ്റി സെക്രേഷൻ ഓഫ് സെബാസ്റ്റ്യസ് ഗ്ലാൻഡ്സ്. അതായത് ചില ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന തിക്കായിട്ടുള്ള ഒരു ഫാറ്റി ആയിട്ടുള്ള ഒരു പുറത്തുനിലപ്പെടുന്ന ഒരു തരം ദ്രവമാണ് സെബം എന്ന് പറയുന്നത്. അത് പല ഗ്ലാൻഡുകളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രൊഡക്ഷൻ ആണ്. അത് പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയാ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഫാറ്റി ആയിട്ടുള്ള ഒരു ദ്രവം പോലെ, ലിക്വിഡ് പോലെ. SECT, കട്ട്, സെക്ഷൻ എന്നൊക്കെ പറയുന്നതിൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന റൂട്ട് വേർഡാണ് SECT, കട്ട്. SEPSIS, sepsis, the presence of microorganisms and their toxic condition which is caused by such presence. ഈ നമ്മുടെ ശരീരത്തിലും ചില തരത്തിലുള്ള നമ്മുടെ ബ്ലഡിനകത്തേക്ക് ചില മൈക്രോ ഓർഗാനിസംസ് കടന്നുകൂടും. അതുകൊണ്ടുണ്ടാകാവുന്ന പല എന്താ പറയാ ടോക്സിക് ആയിട്ടുള്ള കണ്ടീഷൻസ്, പോയിസണസ് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് അത്തരം മൈക്രോ ഓർഗാനിസംസ് ബ്ലഡിലുള്ളത് കൊണ്ട് ഉണ്ടാകാം. ആ ഒരു കാര്യം അതിനെ സൂചിപ്പിക്കാനുള്ള ഒരു കൂട്ടുകേടാണ് SEPSIS, presence of microorganisms on the toxins of blood. ബ്ലഡിലുള്ള ടോക്സിൻസ്, ഈ മൈക്രോ ഓർഗാനിസംസ് കൊണ്ടുണ്ടാകുന്ന ടോക്സിൻസ്. അതുപോലെ തന്നെ അത്തരം ടോക്സിക് കണ്ടീഷൻസ് ഉണ്ടാകുന്നത് ഈ പറയുന്ന സാധനങ്ങളുടെ മൈക്രോ ഓർഗാനിസംസിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. ാണ് SEPSIS എന്ന് പറയുന്ന ഉപയോഗിക്കുക. നെക്സ്റ്റ് SEPT, വാൾ ഡിവൈഡർ സെപ്റ്റ്. ഓൾസോ 7 എന്നുള്ള എന്താ പറയാ സെപ്റ്റാഗൺ എന്ന് പറയുന്ന പോളിഗോൺസിന്റെ വിഭാഗത്തിൽ നമ്മൾ 7 വശം കൊണ്ടുവരുന്ന സെപ്റ്റാഗൺ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇവിടെ വാൾ ഡിവൈഡർ, മറ തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്യപ്പെടുന്നത് ഇതൊക്കെയാണ്.
SERUM, serum. It's the clear portion of the body fluid. Body fluid വളരെ ക്ലിയർ ആണ്. മറ്റേ ഒരു ഫാറ്റി ഒരു ലിക്വിഡ് ആയിരുന്നില്ലേ, ഇതൊരു ക്ലിയർ പോർഷൻ ആണ്. അത് ബ്ലഡ് ഉൾപ്പെടെയുള്ള അങ്ങനെ ക്ലിയർ പോർഷൻ ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സിനെ ഉപയോഗിക്കുന്ന ഒരു കൂട്ടുപാടാണ് സെറം. സൈനസ്, SINUS, cavity, channel or hollow space. ഹോൾ ആയിട്ടുള്ള എന്താ പറയാ ഒന്നുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്പേസ്, ക്യാവിറ്റി. നമ്മുടെ മൗത്തിലൊക്കെ കാവിറ്റീസ് വരും അല്ലെ, പല്ലിനൊക്കെ വലിയ ഒക്കെ ആയിട്ട്. അതിനകത്ത് അതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലാന്നാണ്. SOM, ബോഡി അല്ലെ, സൊമാറ്റ. നമ്മുടെ എന്താ പറയാ സയൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ്. SOM, ബോഡിയാണ്. SPIR, കോയിൽ. SPIR, സ്പൈറൽ എന്ന് കേട്ടിട്ടുള്ള ചുറ്റിയിരിക്കുന്ന സ്പൈറൽ നോട്ട്ബുക്കുകൾ കണ്ടിട്ടില്ലേ? അതിന്റെ നോട്ട്ബുക്കുകളുടെ ലീഫുകളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ചും എന്താ പറയാ ഈ ഹോൾസ് ഇട്ടിട്ട് ആ ഹോൾസിൽ കൂടി ഇങ്ങനെ നമ്മുടെ പണ്ട് ചുറ്റുവളയില്ലേ, ചുറ്റുവള ആ സാധനം കൂടെ കെട്ടിയിരിക്കുന്നത് അല്ലെ, സ്പൈറൽ നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. സ്പൈറൽ എന്ന് പറയുന്നത് ചുറ്റുന്നത്, കോയിൽ ചെയ്യുക, ചുറ്റുക. സ്നേക്ക് കോയിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, പാമ്പ് ചുറ്റുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് SPIR. STASIS, slowing or stopping of the normal flow of fluid such as blood. നമ്മുടെ ബ്ലഡൊക്കെ ഇങ്ങനെ സാധാരണ ഇങ്ങനെ ഒഴുകുമ്പോൾ അതിലേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്, റൂട്ട് വേർഡ് STASIS. ഇതിപ്പോ നമ്മള് ചില എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ പറ്റുന്ന ചില ആളുകളെ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്, ആ ഒരു സാധനം സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റൂട്ട് വേർഡാണ് കേട്ടോ. അതുപോലെ ബ്ലഡിന്റെ ആ ഒരു ഫ്ലോ കുറയ്ക്കുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. STATUR, എന്താണ്, ഹൈറ്റ്, സ്റ്റേച്ചർ, ഹൈറ്റ് ആണ് അതിന്റെ മീനിങ്. സ്റ്റേച്ചർ, STATUR, സ്റ്റേച്ചർ, ഹൈറ്റ് എന്ന മീനിങ് ആണ് അതിന് ആ റൂട്ട് വേർഡ്. അടുത്ത STERM, സ്റ്റേർണം, ബ്രസ്റ്റ് ബോണിനെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേർണം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ബോണാണ്, അതിനെ സൂചിപ്പിക്കുന്ന വേർഡ്. സ്റ്റോമ, സ്റ്റൊമാറ്റ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഇനി ടൈനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി, അതായത് സുഷിരങ്ങൾ. നമ്മുടെ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന എന്താ പറയാ വിയർപ്പ് ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പുറത്തേക്ക് പോകുന്നതിന് ചെറിയ നമ്മുടെ സ്കിന്നിന്റെ ബോഡിയുടെ സർഫസിന്റെ പുറമെ സ്കിന്നിന്റെ മുകളിലൊക്കെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞ് കാണാൻ പറ്റാത്ത അത്രയും ചെറുതായിട്ടുള്ള ഹോളുകളുണ്ട് അല്ലെ, സ്മോൾ സുഷിരങ്ങൾ. അതിനെ അങ്ങനത്തെയുള്ള ചെറിയ ഓപ്പണിംഗ് എന്തിനേയും പറയും. അത് മാത്രമല്ല നമ്മളുടെ യൂറിൻ അതുപോലെ ഫേസസ് ഒക്കെ എന്താ പറയാ ഡിസ്ചാർജ് ചെയ്യുന്നതിന്, അതിനൊക്കെ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരം ഓപ്പണിംഗ് അതിനൊക്കെ വിളിക്കുന്ന പേരാണ് STOM, സ്റ്റോമ. TACT, ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ സ്പർശിക്കുന്നത്, സ്പർശനശേഷി. അതിനെയാണ് ടാക്ടൈൽ വിളിക്കുക. ടച്ച്, അത് സ്പർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റൂട്ട് വേർഡാണ്. TACT, ടച്ച് ആണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇനി നമുക്ക് അതുകൊണ്ടൊന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തുകൊണ്ടോ ഒന്നാമത്തേത് REL, 53ാമത്തെ REL, കിഡ്നി. അടുത്തത് റെറ്റിന, അതൊക്കെ നമുക്ക് അറിയാവുന്ന വേർഡുകളാണ്. റെറ്റിന രണ്ടാമത് മാർക്ക് ചെയ്യേണ്ടത് റെറ്റിന. നെക്സ്റ്റ് വൺ SECT, സെറ്റ്, കട്ട്, വരുന്നതാണ്. SINUS, സൈനസ്, ക്യാവിറ്റി, ചാനൽ, ഹോളോ സ്പേസ്, സൈനസ്. സ്റ്റോമക്, STOMA ആൻഡ് ടാറ്റ്. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. അടയാളപ്പെടുത്തി നോക്കുക. 53, 54, യെസ്. 53, 54, 57, 61, 67, 68. അത്ര 67, 68 കൂടി ഉണ്ട് കേട്ടോ. ടാച്ച്, ടച്ച് അതുകൂടി ഉണ്ട്. 68 കൂടി ഉണ്ട്. കഴിഞ്ഞോ? അതുകൊണ്ട് നിങ്ങൾക്ക് വേഗം വേഗം നോക്കിട്ട് അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 6, 6. ക്ലിയർ? ക്ലിയർ ആയോ? അടുത്തത് 69, 69ാമത്തെ വേർഡാണ് ടെട്ര. ടെട്ര മീൻസ് 4, 4 എന്നർത്ഥം വരുന്ന വേർഡാണ്, റൂട്ട് വേർഡാണ്. TETRA, ടെട്ര. 4. TOM,
കറക്റ്റ് തന്നെയാണ്. നേരത്തെ നമ്മളൊരു SECT സെറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് എന്ന് പഠിച്ചു. ഇവിടെ തന്നെയാണ് TOM. TOXIC ടോക്സിക് പോയിസണസ്. ടോക്സിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പോയിസണസ് കണ്ടീഷൻ ആണ്. അപ്പൊ ടോക്സിക് പോയിസണസ് ആണ്. TRICH ഹെയർ. TRICH ഹെയർ എന്ന് മീനിങ് ആണ്. UR യൂറിൻ നമുക്കറിയാം. വെരിക്കോസ് വെയിനിന്റെ VARIC വെരിക് എന്നുള്ളത് വെരിക്കോസ് വെയിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡാണ്. Vertigo, VERTIGO. അതൊരു ഡിസോർഡേർഡ് സെൻസേഷൻ ഇൻ വിച്ച് വൺസ് ബോഡി ആൻഡ് സറൗണ്ടിങ്സ് ആർ സീൻ മൂവിങ്. അതായത് ഒരു പ്രത്യേക ഒരു സെൻസേഷൻ ആണ്, ഒരു ഫീലിംഗ് ആണ്. അത് നമുക്ക് ചുറ്റുമുള്ളതൊക്കെ ഇങ്ങനെ കറങ്ങുന്നത് പോലെ ഒരു ഫീലിംഗ് വരും. അതാണ് വെർട്ടിഗോ, VERTIGO. അതൊരു ഓർഡറിൽ അറിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ ഇങ്ങനെ മൂവിങ് കണ്ടീഷനിൽ തോന്നുന്ന ഒരു അവസ്ഥ, ഒരു ബോഡിയുടെ ഒരു കണ്ടീഷൻ ആണ് കേട്ടോ. VISCER ഇന്റേണൽ ഓർഗൻസിനെയാണ് വിസർ. VISCER എന്ന് പറയുന്നത് ഇന്റേണൽ ഓർഗൻസ് ഉപയോഗിക്കുന്ന റൂട്ടുകളാണ്. വിസ്കസ്, VISCOUS സ്റ്റിക്കി, ഒട്ടിപ്പിടിക്കുന്നത് എന്നർത്ഥം. VISCOUS സ്റ്റിക്കി. XEN ഫോറിൻ മെറ്റീരിയൽ, ഫോറിൻ ആണ്, ഫോറിൻ മെറ്റീരിയൽ സൂചിപ്പിക്കാനാണ് XEN എന്ന് പറയുന്ന റൂട്ടുകൾ ഉപയോഗിക്കുക. ലാസ്റ്റ് വൺ XER ഡ്രൈ, ഡ്രൈ ആയിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാനാണ് XER എന്ന് പറയുന്ന റൂട്ടുകൾ ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പൊ റൂട്ട് വേർഡ്സ് 79 എണ്ണാണ് ഉള്ളത്. റൂട്ട് വേർഡ്സ് നമ്മളുടെ തീർന്നു. ഒന്ന് വേഗം അതുകൂടി ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ടോക്സിക് മാർക്ക് ചെയ്യാം. ടോക്സിക്. Then vertigo, disordered sensation in which one's body or the surroundings are seen moving. Vertigo. Then VISCER internal organs at the meaning വരുന്ന VISCER അതുകൂടി മാർക്ക്. മൂന്നല്ലേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ ഈ പേജില്. മൂന്നെണ്ണം കിട്ടിയോ എല്ലാവർക്കും? ഇനി നമുക്ക് കുറച്ച് അബ്രിവിയേഷൻസ് കൂടി പഠിക്കേണ്ടത്. കുറച്ചെന്ന് പറയുമ്പോൾ 327 അബ്രിവിയേഷൻസ് നമ്മളിൽ റെഫർ ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് പറയാം എത്ര പഠിക്കാനുണ്ട് അല്ലെ. റെഫർ ചെയ്യാനാണ്. കാരണം നമുക്കിത് പഠിച്ചു കഴിയുമ്പോ പഠിച്ചൊക്കെ കഴിഞ്ഞ് എന്തായാലും നമ്മൾ ജോലിക്ക് പോകണം. ഒരുപാട് പേര് ഞങ്ങൾ പറയുമ്പോൾ നമുക്ക് ആ ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായ എന്താ പറയാ നമ്മുടെ കോൺവെക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കോളേജിലേക്ക് വരാണ്. നിങ്ങളെ പോലുള്ള കുട്ടികള് ഇവിടെ നമ്മൾ കാണുന്നില്ല നിങ്ങളുടെ ഫേസ് ഒന്നും അല്ലെ. ഞങ്ങളെ നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഫേസ് ഒന്നും നമുക്ക് കാണുന്നില്ല. അപ്പൊ അങ്ങനെ കാണാതെ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം നമ്മളുടെ മുമ്പിലേക്ക് എല്ലാവരും ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോ ഉണ്ടാകുന്ന ഒരു ഫീലിംഗില്ലേ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കത് വേർഡ്സ് ക്യാൻ എക്സ്പ്ലെയിൻ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അവരോട് കെട്ടിപ്പിടിക്കാം. കാരണം അവർക്ക് നമ്മളെ നല്ല പരിചയം മുഖമൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് വന്ന് അടുത്ത് വന്ന് ഇന്ന ആളാണ്. ഇതിപ്പോ സ്റ്റുഡൻസ് വരുമ്പോ അവരുടെ ഒപ്പം പാരന്റ്സ്, അവരുടെ പാരന്റ്സ് മാത്രമല്ല ചിലര് ഹസ്ബൻഡ്സ് ആയിട്ട് വരുന്നു, മക്കളായിട്ട് വരുന്നു, എല്ലാവരെയും കൊണ്ട് വരുമ്പോ ഇന്നത്തെ ആരെ പഠിക്കും നമുക്കറിയില്ലല്ലോ അല്ലെ. ഇത് വന്ന് നമ്മളോട് ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് വന്ന് ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാ നമുക്ക് ആളുകളെ മനസ്സിലാകുക. അപ്പൊ നിങ്ങൾക്ക് പക്ഷേ ഞങ്ങൾ നല്ല പരിചയമുണ്ട് ഇതിനെ കണ്ട് ആ സൗണ്ടും ആ എന്താ പറയാ സംസാരവും നിങ്ങളുടെ മനസ്സിൽ പോവില്ല. കാരണം അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും അല്ലെ. ആളുകളെ കാണുന്നില്ല എങ്കിലും ഇത്രയും പകുതി കാണുന്നുണ്ടെങ്കിൽ ആ സൗണ്ട് ആ എന്താ പറയാ സംസാരിക്കുമ്പോൾ നമ്മുടെ റിലേഷൻസ് ഒക്കെ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കും. 4 ടീച്ചേഴ്സ് ഒക്കെ അല്ലേ ക്ലാസ് എടുത്ത് പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ സൗണ്ട് എവിടെ നിന്ന് കേട്ടാലും അത് പെട്ടെന്ന് നിങ്ങളത് ക്യാച്ച് ചെയ്യും. അപ്പൊ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ അത് പറഞ്ഞതാട്ടോ. നമ്മള് ക്ലാസ്സിലേക്ക് കോൺവെക്കേഷൻ സെറിമണിക്ക് വേണ്ടിയിട്ട് കുട്ടികൾ സ്റ്റുഡൻസിന് നേരത്തെ വന്ന് അവര് നേരത്തെ വന്നു. ഇച്ചിരി ചിലപ്പോൾ 2 മിനിറ്റ് ലേറ്റായി ആണ് വന്നു കഴിഞ്ഞപ്പോ എന്റെ സൗണ്ട് ഹാളിന്റെ ഏറ്റവും അറ്റത്തുണ്ട് ബാക്കിൽ, ദാറ്റ് മീൻസ് ഫ്രണ്ട് ഡോറിൽ നിന്ന് കേട്ടപ്പോ ഏറ്റവും ഫ്രണ്ടില് അവിടെ പോയിട്ട് ഇരുന്ന അന്നേരം ആളുകളൊക്കെ വന്നോണ്ട് കേട്ടത് ആ നിമിഷം വന്നുണ്ട് എന്ന് പറഞ്ഞത്. നമ്മുടെ സൗണ്ടാണ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു വലിയ അടയാളം. എന്റെ കാര്യം പറഞ്ഞാൽ പറഞ്ഞത്. അപ്പൊ ആ സൗണ്ടിൽ അവരത് പെട്ടെന്ന് കേട്ടു, ആളുകളെ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിൽ ആ സൗണ്ടുകളുണ്ട്, നമ്മളെ വ്യക്തമായിട്ട് പൂർണ്ണ രൂപത്തിൽ കാണുന്നില്ലായിരുന്നു.
അപ്പൊ ഞാനത് കേട്ടപ്പോ പറഞ്ഞു. അപ്പൊ നിങ്ങളെ പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾ കൂടി വന്നാൽ അങ്ങനെ എല്ലാവരും അവരവരുടെ ഫീലിങ്സും ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ടീച്ചറെ കാണുമ്പോൾ ഇങ്ങനെയാണ്, പക്ഷെ ഇപ്പൊ ഒത്തിരി നേരെ കണ്ടപ്പോ അങ്ങനെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്, സംസാരമൊക്കെ അങ്ങനെ തന്നെ, പക്ഷെ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞു. എപ്പോഴാണ് നമ്മൾ നീ ഇതുപോലെയുള്ള സെറിമണി നടത്തുമ്പോൾ നമ്മൾ കാണുമല്ലോ. അപ്പൊ ഞാൻ പറയണം, നിങ്ങൾ ഇപ്പോഴേ തുടങ്ങി അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മള് കാണുമ്പോ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അത്തരം കുറെ സമയമൊന്നും കിട്ടില്ല. കാരണം നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ നടക്കുമ്പോ അതൊക്കെ ഇപ്പൊ കുറച്ച് ഇത്തിരിക്കോളം സമയമൊക്കെ കിട്ടുള്ളൂ. ആ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അതിന് ഇതുപോലെ തന്നെ ഒരുപാട് പേര് ജോലി കിട്ടി, അത് പറയാനുള്ളത് ജോലി കിട്ടിയവര് അവരവരുടെ ഫീലിങ്സും അല്ലെങ്കിൽ അവരുടെ നമ്മുടെ റിവ്യൂസ് ഒക്കെ അവിടെ എടുത്തു. അത് ശരിയാ. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് എന്റെ സൗണ്ട് ആണ് പിന്നെ റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കണേ. ഒത്തിരി സൗണ്ട് കൂടുതലുള്ള ആളാണ് ഞാൻ. സൗണ്ട് സിസ്റ്റം കുറച്ചിട്ടില്ല, കാരണം ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമ്മൾ തുടങ്ങിയതല്ലേ. അപ്പൊ അങ്ങനെ സൗണ്ട് എടുത്ത് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത്രയധികം സൗണ്ട് എടുക്കണ്ട, ഇത് ക്ലിയറസ്റ്റ് ചെയ്യാണ്. മറ്റേതെന്ന് വെച്ചാൽ കുട്ടികളെയൊക്കെ നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ ഓട്ടോമാറ്റിക്കലി സൗണ്ട് വന്നു പോയ ഇതായിരിക്കാം. അത് നമ്മളറിയുന്നില്ല, കാരണം സമയത്ത് നമുക്കറിയില്ല, മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. അപ്പൊ ഒരുപാട് പേര് അവരുടെ എന്താ പറയുക എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, ക്ലാസ്സിനെ കുറിച്ചിട്ടും ജോലി കിട്ടിയത്, കുറെ പേര് ഇന്റേൺഷിപ്പിനായിട്ട് കയറി എന്ന് കുറച്ച് പേര് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ഇന്റർവ്യൂസ് വരുന്നുണ്ട്, അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമുക്ക് അങ്ങനത്തെ റിവ്യൂസ് ഒക്കെ ഷെയർ ചെയ്തിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഇതുപോലെ സ്റ്റുഡൻസ് സ്റ്റാറ്റസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ മറ്റേ എന്താ പറയുക ഇത്തരം വീഡിയോസ് ഒക്കെ എടുത്തതിന്റെ ടീച്ചറും ചെയ്തിട്ട് ഇടാനായിട്ട് അങ്ങനെ തന്നെ ഇടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് കൊണ്ടിട്ട് കാണാം. നിങ്ങളും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് അത് ഓർത്തപ്പോ നമുക്ക് സന്തോഷമില്ലേ, കാണാതിരുന്ന് കുറെ നാളെ കാണാതിരുന്ന ആരെയോ കണ്ടതുപോലെയുള്ള ഒരു ഫീല്, അതാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒത്തിരി നാളുകളായിട്ട് ആരെയും കാണാതിരുന്നിട്ട് കണ്ട ഫീലിംഗായിരുന്നു കുട്ടികളെ കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് അബ്രീവിയേഷൻസ് ഒന്ന് തുടങ്ങി വെക്കാം. അബ്രീവിയേഷൻസ് ആണ് ചുരുക്ക രൂപങ്ങൾ അല്ലെ. അതായത് എക്സ്പാൻഡഡ് ഫോമുകളെ ചുരുക്കി അതിന്റെ ആദ്യാക്ഷരങ്ങളൊക്കെ എടുത്ത് ചെറുതാക്കി വെച്ചിട്ടാണ് അബ്രീവിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് 327 അബ്രീവിയേഷൻസ് ഉണ്ട്. അതിൽ കുറച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, വായിച്ചു പോട്ടെ. A and P, anatomy and physiology. A and P ആദ്യാക്ഷരങ്ങൾ നോക്കിയാൽ മതി. A stands for anatomy, physiology-യുടെ P യുമാണ്. Anatomy and physiology-യുടെ അബ്രീവിയേഷൻ ആണ്. അടുത്ത A എന്ന് സ്ലാഷ് ഇട്ടിട്ടുണ്ട്. എന്താണ്? ബിഫോർ, മുമ്പ്. നമ്മൾ പറയുന്നില്ലേ ബിഫോർ ഫുഡ് അല്ലെ, ഭക്ഷണത്തിന് മുൻപ്, ഭക്ഷണത്തിന് ശേഷം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പ്രിസ്ക്രിപ്ഷനിലൊക്കെ ഡോക്ടേഴ്സിന് കുറിക്കണ്ടേ. അപ്പൊ ബിഫോർ ഫുഡ് മതി വെച്ച് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏതിട്ട് ഒരു സ്ലാഷ് കഴിഞ്ഞാൽ ബിഫോർ ആണെന്ന് അവർക്ക് മനസ്സിലാകും. ഓക്കെ, അത് ആർക്ക് മനസ്സിലാകും? നമുക്ക് എഴുതിട്ടൊന്നും ഇടാനില്ല. ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് ഇപ്പൊ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ആ പ്രിസ്ക്രിപ്ഷൻ അവിടെ കൊണ്ട് കൊടുക്കണം, ഫാർമസിയിൽ കൊടുക്കണം അല്ലെ. ഫാർമസിക്കാരാണ് അതിൽ നമുക്ക് എന്താ പറയാ ചെറിയ ഫാർമസിന്റെ പറയാനായിട്ട് വളരെ വിശദമായിട്ട് ഫാർമസിയിൽ എന്തെല്ലാം നടക്കുന്നു അതൊക്കെ കൃത്യമായിട്ടാണ് നോട്ട് അവിടെ ഉണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ അത് ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു തന്നോളും, എടുത്തു കഴിഞ്ഞോന്നും എനിക്കറിയില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇതൊക്കെ ഇങ്ങനെ സോർട്ട് ചെയ്ത് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന മെഡിസിൻസ് കൃത്യമായിട്ട് അത് എടുത്ത് ആ ഷെൽസിൽ വാക്സിനൊക്കെ കറക്റ്റ് ആയിട്ട് എടുത്ത് അതിൽ വീണ്ടും 2-3 പ്രാവശ്യമൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് കാരണം മെഡിസിൻ ആണ് ഡോക്ടർമാർക്ക് കൊടുക്കാനായിട്ട് പേഷ്യൻസ്മാർക്ക് പോകാൻ പാടില്ല. ഒരേ അധികം പേഷ്യൻസ് ചിലപ്പോൾ ഹോസ്പിറ്റൽസിൽ വരുന്നുണ്ടാകും. അതൊക്കെ കൃത്യമായി സോർട്ട് ചെയ്ത് അത് ലേബൽ ചെയ്ത് ആ കുഞ്ഞു കവറിലാക്കി അതിന്റെ പുറത്ത് ഇന്നിപ്പോ അങ്ങനെ ഒരു പ്രാക്ടീസ് കൂടി ഉണ്ട് അല്ലെ. അതായത് ആ കവറിന്റെ പുറത്ത് ആ കുഞ്ഞിനുള്ള മരുന്ന് ഏതാണെന്ന് കൂടി പുറത്തേക്ക് വയ്ക്കുന്നുണ്ട് ഇല്ലേ. ഞങ്ങളുടെ അവിടെയൊക്കെ ഹോസ്പിറ്റൽസിൽ അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ അവിടെ ഉണ്ടോ അങ്ങനെ? ആ തരുന്ന നമുക്ക് ഒരു ചെറിയ കുഞ്ഞു കുറച്ച് പുറത്തെ ആക്കി തരുമല്ലോ. ആ കവറിന്റെ പുറത്ത് ആ കവറിനകത്ത് ഏത് മരുന്ന ഏത് മെഡിസിൻ ആയിരിക്കുന്നതിനും കൂടി അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് നമ്മളാണെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിച്ചിട്ട് എടുത്തു, അതായത് വേറെ ഇതിനകത്ത് ഉണ്ടാവാൻ പാടുണ്ടോ?
പാടില്ല. കാരണം ചില മെഡിസിൻസ് വൺ ടൈം ഒരു ഡേയില് ഒരു പ്രാവശ്യം മാത്രം കഴിക്കേണ്ടതുണ്ടാകുള്ളൂ. അപ്പൊ അതുകൊണ്ട് 3 പ്രാവശ്യം കഴിക്കേണ്ട കളറിൽ കൊണ്ട് മാറിയിട്ടാലോ അടുത്ത പ്രാവശ്യം അവർക്ക് 3 കഴിക്കും, 3 പ്രാവശ്യം കഴിക്കും, അങ്ങനെ പറ്റില്ല. അപ്പൊ മെഡിസിൻസ് കഴിക്കുന്നതിന്റെ ആ ഒരു രീതി മാറാനും പാടില്ല. അതിന് വേണ്ടിയിട്ട് അത് കുറച്ച് പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബിഫോർ ആഫ്റ്റർ ഇങ്ങനെയൊക്കെ പലതും സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ചില ചുരുക്കരൂപങ്ങള് ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാകാനല്ല, അവർക്ക് വിതിൻ ദ ഹോസ്പിറ്റലിനകത്ത് അവോയ്ഡുകൾക്ക് ആർക്കൊക്കെയാണോ അത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത്തരം അബ്രീവിയേഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ എ എന്നിട്ട് സ്ലാഷ് ഇട്ടാൽ അത് ബിഫോറിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് A/ വീണ്ടും ഒരു A/ ഓഫ് ഈച്ച്. ഇതിന്ന് ഡിസ്കഷൻ ചെയ്തപ്പോ ഓരോന്നിൽ നിന്നും ഓരോന്ന് വീതം, 2 വീതം, 2 വീതം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ കാണിക്കണം. ഓഫ് ഈച്ച്, ഇതിന്നൊക്കെ എല്ലാത്തിന്നും ഈ 2 വെച്ചിട്ട് അല്ലെങ്കിൽ എല്ലാത്തിന്നും ഓരോന്ന് വെച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത് ഷോർട്ട് ഫോം അല്ലെങ്കിൽ അബ്രീവിയേറ്റഡ് ഫോം ആണ് A/A/. ഓക്കെ, അടുത്തത് ABD, അബ്ഡോമനെ സൂചിപ്പിക്കാൻ. ABD അബ്ഡോമൻ ഭാഗത്ത് ഒരു സ്കാനിങ് ചെയ്യൂ അല്ലെങ്കിൽ അതിനെ ഒരു ടെസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവര് സൂചിപ്പിക്കുമ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് ഡോക്ടേഴ്സ് ABD എന്ന് ഉപയോഗിക്കുന്നു. ABD എന്ന് കണ്ടാൽ അവിടെയുള്ള ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലെ മറ്റ് അവിടുത്തെ സ്റ്റാഫുകൾ ആരെയൊക്കെയാണ് ഈ പറയുന്ന സാധനം പോലെ അവർക്കത് ക്ലിയർ ആകുക. അബ്ഡോമിനെയാണ് സൂചിപ്പിക്കുക ABD എന്ന്. ABG ആർട്ടേറിയൽ ബ്ലഡ് ഗ്യാസ് ആണ്. ആർട്ടേറിയൽ ബ്ലഡ് ഗ്യാസിനെ സൂചിപ്പിക്കുന്ന ഓരോ അക്ഷരവും അതിന്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആദ്യത്തെ അക്ഷരമാണ് കേട്ടോ, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, അതാണ് ചുരുക്കി വെക്കുന്നത്. ABG ആർട്ടേറിയൽ ബ്ലഡ് ഗ്യാസ്, ABG. അടുത്തത് AC ബിഫോർ മീൽസ്. ബിഫോർ മീൽസ് ഭക്ഷണത്തിന് മുൻപ് എന്ന് കണ്ടെത്തിയത് ബിഫോർ മാത്രമേ ഉള്ളൂ. അപ്പൊ ചിലപ്പോ എന്താ പറയാ, ചിലപ്പോ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ്, എന്താ പറയാ ഫുഡ് കഴിക്കുന്നതിന് മുമ്പല്ല, ചിലപ്പോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ബിഫോർ ചേർക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക. AC ബിഫോർ മീൽസ്, ഫുഡിന് മുമ്പ് എന്ന്. അപ്പൊ ഫുഡിന് മുമ്പ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിന് മുമ്പ്. ACLS അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് ACLS എന്നതിന്റെ എക്സ്പാൻഡ് ഫോം ആണ് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് ACLS. അടുത്ത ADLIP, ADLIP ആഡ് ലിപ്പ് ആണ്. ആസ് മച്ച് ആസ് ഡിസൈർ, ആവശ്യത്തിന് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആസ് മച്ച് ആസ് ഡിസൈർ, ആവശ്യത്തിന് വേണ്ട അത്ര തന്നെ ഉണ്ട് എന്നൊക്കെ സൂചിപ്പിക്കാനാണ് ആഡ് ലിപ്പ് എന്ന് പറയുന്ന ഷോർട്ട് ഫോം ഉപയോഗിക്കുക അല്ലെങ്കിൽ അബ്രിവിയേഷൻ ഉപയോഗിക്കുക. ഓക്കെ, മാർക്ക് ചെയ്ത് വെക്കാം. ഒന്നാമത്തെ ADP, അടുത്തത് ABD, ABG, then ACLS. ഓക്കെ, കിട്ടിയോ? ADP, ABD, ABG, ACLS. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. കാർഡിയാക്കിന്, അതായത് നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നേരത്തെ കൂട്ടി അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഹാർട്ട് പ്രോബ്ലംസ്, കാർഡിയാക് അറസ്റ്റോ മറ്റു കാര്യങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ആളുകൾ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുമ്പോൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോംസ് ആണ് പറഞ്ഞത് ACLS. മാർക്ക് ചെയ്തോ? 4 എണ്ണമാണ് ഈ ഒരു അബ്രീവിയേഷൻസിൽ 1 മുതൽ 8 വരെയും നമ്മൾ മാർക്ക് ചെയ്തത്. എല്ലാവർക്കും കിട്ടിയെന്ന് നോക്കാൻ. ഓക്കെ, ഓക്കെ, നമ്മൾ ഇന്ന് വായിച്ചത് 11ാമത്തെ മുതലാണ്. ഒന്നുകൂടി നമ്മളൊന്ന് റെഫർ ചെയ്ത് 11ാമത്തെ 30 മുതൽ ഒന്ന് റെഫർ ചെയ്യാം വേഗം.
ഏതെങ്കിലും പേജിലെ ഏതാടാ 29 മാർക്ക് ചെയ്തില്ലേ? 11-29 മാർക്ക് ചെയ്ത് സഫീര കിട്ടിയോ? മാർക്ക് ചെയ്ത് വെച്ചത് വിട്ടുപോകല്ലേ, കാരണം നമുക്ക് അത് എന്തായാലും പഠിക്കാനുള്ളതാണ്. നമ്മൾ പഠിച്ചില്ല എന്ന് പറയരുത്. കാരണം ഇത്രയും 10-600 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തതാണ്. ഓക്കെ, അടുത്ത പേജില് നമുക്ക് അടുത്തത് ഒരു പേജ് കൂടി കഴിഞ്ഞ് നോക്കാം. ADL ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ്. ADL ആക്ടിവിറ്റി ഡെയിലി അല്ല, ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ് എന്ന് പറയുന്നത് ആണ് അബ്രിവിയേറ്റ് ചെയ്ത് ADL ആയിരുന്നത്. AED ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. ഡീഫിബ്രിലേറ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡീഫിബ്രിലേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതെ അല്ലേ, നമ്മുടെ ഈ കാഷ്വാലിറ്റിയിലൊക്കെ ഉണ്ടായിരിക്കും. ഹാർട്ട് പ്രോബ്ലം ആയിട്ട് ഹാർട്ട് അറ്റാക്കിന്റെ എന്തെങ്കിലും സിംറ്റം ആയിട്ട് വരുന്ന ആളുകളെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന ഇങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് അല്ലെ, പെട്ടെന്ന് ഒരു മെഷീനാണ് നമ്മളുടെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർട്ടിന്റെ ആ ഒരു എന്താ പറയുക പ്രവർത്തനം തിരിച്ച് അതേ നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. AF ആർട്ടിയൽ ഡീഫിബ്രിലേഷൻ ആണ്, ആർട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, എയ്ഡ്സ് നമുക്ക് അറിയാവുന്ന ഒരു വേർഡാണ്. AIDS എയ്ഡ്സ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. ഓരോ അക്ഷരവും അനുസരിച്ച് നമുക്ക് AIDS അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. AK എബൌട്ട് ദ നീ, ഈ ഉപ്പിന്റെ മുകളിലുള്ളതാണ്, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അബ്രിവിയേഷൻ AKA എബൌട്ട് ദ നീ ആംപ്യൂട്ടേഷൻ എന്നൂടി വരുമ്പോ ഒരു എവിടെ വരുമ്പോ അത് എബൌട്ട് ദ നീ ആംപ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഷോർട്ട് ഫോം ആയിട്ട് വരും. A line arterial line fibrillation. അടുത്തത് A line arterial line ആണ്. ആർട്ടേറിയൽ ആർട്ടറീസ് ഒക്കെ അതിന്റെ അടുത്ത ഒരു പാത. AMA ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഒക്കെ കേട്ടോ. അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ നിർദ്ദേശത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്. അതായത് ഇപ്പൊ ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ഓരോ രീതിയിലും ഓരോ ചിലപ്പോൾ അഡ്വൈസ് ആയിരിക്കാം, രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കാം, മാറാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കാം, ഡയറ്റ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അഡ്വൈസുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് പേഷ്യൻസ് എന്തെങ്കിലും പറഞ്ഞത് അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഫോം ആണ് AMA. അതുപോലെ തന്നെ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയും. അതായത് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് പേഷ്യൻസ് 2 ദിവസം കിടന്ന് ചികിത്സിക്കുക, അല്ലെങ്കിൽ 3 ദിവസം നോക്കട്ടെ, എന്നിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് അതിന്റെ രോഗത്തിന്റെ ആ ഒരു സീരിയസ്നെസ് എത്രത്തോളം കുറഞ്ഞു അതൊക്കെ നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ ചില പേഷ്യൻസ് വന്നു കഴിയുമ്പോൾ എന്താ പറയുക, രോഗം ഒരു പകുതി ഭേദമായിരിക്കും, ബാക്കി വീട്ടിൽ ചെന്നിട്ട് ശരിയാക്കി പോകാൻ പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ട് വന്നത് ഏത് രീതിയിലാണ് അതിന്റെ ഒരു 50% കുറഞ്ഞു പൊക്കോട്ടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്നാലും ചിലപ്പോൾ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്യില്ല. അപ്പൊ അവര് നിർബന്ധമായിട്ട് അവർ ചോദിച്ചൊക്കെ വാങ്ങിച്ചു പോകും. അതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ഓർ ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, AMP ആംബുലേറ്ററി. AMP ആംബുലേറ്ററി. AMI അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ്. അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. എന്താ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. MI എന്ന് പറയുന്നത് മാത്രമാണെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്താണത് നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക്. യെസ്, ഇറ്റ്സ് ദ അതർ നെയിം ഫോർ ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്കിന്റെ അക്യൂട്ട് ആയിട്ടുള്ള മയോകാർഡിയൽ ഇൻഫാക്ഷനെയാണ് AMI എന്ന് പറയുന്നത്. അടുത്ത AMS ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് ആണ്. ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോം ആണ് AMS. ANT ആന്റീരിയർ. ANT എന്ന് പറയുന്നത് അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ആന്റീരിയർ ആണ്. ANTERIO ആണ്.
അപ്പൊ 20 വരെ നമ്മളിപ്പോ നോക്കിയിട്ടുണ്ട്. ഇവിടെ വരെ പഠിക്കാൻ മതി, കാരണം അടുത്ത സമയമായി തീർന്നു. അപ്പൊ 20 വരെയുള്ള 1 മുതൽ 3 വരെയുള്ള അപ്ലിക്കേഷൻസ് കൂടി നോക്കിയേക്കാം. 20 വരെയുള്ളതില് ഒന്ന് എയ്ഡ്സും പിന്നെ ഒന്ന് 16ാമത്തെ AMA, അത് രണ്ടും മാത്രമേ മാർക്ക് ചെയ്യാനുള്ളൂ. സോറി, രണ്ടല്ല 3, 18ാമത്തെ മാർക്ക് ചെയ്യേണ്ടത് 12, 16 and 18. 12, 16 and 18 3 കേട്ടോ മാർക്ക് ചെയ്യാം. എയ്ഡ്സ്, AMA and AMI. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും വരെ വായിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ, താങ്ക് യു. Thank you.